ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹാൽ എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ നായകനായ ആസിഫിന്റെ അടുത്ത് നിന്നും നായികയായ മരിയെ പിടിച്ചുകൊണ്ടു പോകുന്നതാണ്. അവൾ ആ സമയം പർദ്ദ ധരിച്ചിട്ടുണ്ടായിരുന്നു. ആസിഫിനെയും ലവ് ജിഹാദിന്റെ പേരിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഇനി എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നാണ് നമ്മളെ കാണിക്കുന്നത്. കഥ ഒരു വർഷം ബാക്കിലേക്ക് പോകുന്നു. ബീരൻ എന്നും ഐഷ എന്നും പേരുള്ള രണ്ടുപേരുടെ മകനായിരുന്നു ആസിഫ്. അവൻ ഒരു റാപ്പറാണ്. ബിടെക്കിന് പഠിക്കുന്നവനാകട്ടെ മ്യൂസിക്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. തന്റെ ഗ്യാങ്ങുമായിട്ട് ചേർന്നിട്ട് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കുകയും റാപ്പ് സോങ്സ് ഒക്കെ പാടുകയും ചെയ്യുന്നുണ്ട്. പല വിവാഹ പരിപാടികളിലും അവൻ പാട്ട് പാടാൻ വരുമായിരുന്നു. അങ്ങനെ തന്റെ ഫ്രണ്ടായ ഫാത്തിമയുടെ വിവാഹത്തിനും അവൻ പാട്ട് പാടാൻ വന്നു. അവിടെ വെച്ചാണ് അവൻ ആദ്യമായിട്ട് മരിയെ കാണുന്നത്. തട്ടമൊക്കെ ഇട്ട ഒരു മുഞ്ചത്തി കുട്ടിയായിട്ടായിരുന്നു അവൾ നിന്നിരുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവൻ അവളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങിയിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവളെ കുറിച്ചായിരുന്നു അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിറ്റേന്ന് അവന്റെ ബിടെക്കിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. പാസ്സാകുമെന്ന് അവന് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഇനി എങ്ങനെ ആ പെൺകുട്ടിയെ വീണ്ടും കാണുമെന്നായിരുന്നു. പിറ്റേന്ന് രാവിലെ അവന്റെ കൂട്ടുകാരൻ റിസൾട്ട് നോക്കാൻ പോയി. അവൻ അപ്പോഴും തന്റെ മറ്റു ഫ്രണ്ട്സിനോട് ആ പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഒരു ഫ്രണ്ടാകട്ടെ അവനോട് പറയുന്നുണ്ട്, ഫാത്തിമയുടെ മാരേജിൽ വെച്ചല്ലേ നീ അവളെ കണ്ടത്, ഫാത്തിമയോട് തന്നെ ചോദിക്കാമെന്ന്. അങ്ങനെ ആസിഫ് ഫാത്തിമയെ വിളിക്കുന്നു, ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ ഫാത്തിമ ആ സമയം ഫോൺ എടുക്കുന്നില്ല. അവളുടെ ഹസ്ബൻഡ് അവളോട് ചോദിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നതെന്ന്. തലേന്ന് രാത്രി പാട്ട് പാടാനൊക്കെ വന്ന എന്റെ ഫ്രണ്ട് ആസിഫാണെന്ന് പറയുമ്പോൾ പാട്ടൊക്കെ നമുക്ക് ഹറാമാണെന്നും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നീ ഒരു ബന്ധവും വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആസിഫിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ അയാൾ സമ്മതിച്ചില്ല. ഫാത്തിമ ഫോൺ എടുക്കാത്തത് കാരണം ഇനി എങ്ങനെ അവളെ കണ്ടുപിടിക്കുന്നുള്ള ചിന്തയിലായിരുന്നു ആസിഫ്. ആ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ വന്ന് അവനോട് പറയുന്നത്, എക്സാമിന് നിങ്ങളൊക്കെ പൊട്ടി, ഞാൻ പാസ്സായി എന്ന്. ഇനി സപ്ലൈ ഒക്കെ എഴുതാനൊന്നും ആസിഫിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ അവന്റെ വാപ്പയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അവൻ അമ്മയുടെ സഹോദരനായ ലത്തീഫങ്കിലിനെ വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അവന്റെ അങ്കിള് കുറച്ചൊക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അവൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ എന്ന് പറയുന്നു. എന്നാൽ അവന്റെ വാപ്പയാകട്ടെ അവനോട് പറയുന്നത്, നീ ഇനി എക്സാം എഴുതുന്നില്ലെങ്കിൽ ദുബായിലോട്ട് ജോലിക്ക് പോകാനാണ്. പക്ഷെ അവനാകട്ടെ ഈ റാപ്പ് സോങ്ങും തന്റെ ഗ്യാങ്ങുമായിട്ട് ഇവിടെ തന്നെ കൂടാനായിരുന്നു താല്പര്യം. തൽക്കാലം അവന് എന്തെങ്കിലും ഒരു പണി സെറ്റാക്കി കൊടുക്കണമെന്ന് അവൻ പറഞ്ഞത് കാരണം ലത്തീഫ് ആകട്ടെ അയാളുടെ ഫ്രണ്ട് പോളിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഏറ്റെടുത്ത് നടത്താൻ ആസിഫിനോട് പറയുന്നു. മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരുന്നു അയാളത് പറഞ്ഞത്. അങ്ങനെ ഇവർ പോളിനെ കാണാൻ പോകുന്നു. പോൾ അത്യാവശ്യം മദ്യപിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അയാൾക്ക് ഒരു കുപ്പി മദ്യമൊക്കെ കൊണ്ടുകൊടുത്ത് അയാളുമായിട്ട് നല്ല കമ്പനിയാവുകയും അയാളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അങ്ങ് ഇവർ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആസിഫ് റോഡിലൂടെ പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള ബസ്സില് മരിയ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതവളുടെ കോളേജിന്റെ ബസ്സാണ്. മരിയ ആസിഫിനെ കണ്ടപ്പോൾ അവനെ ഓർക്കുന്നുണ്ട്. അന്ന് ഫാത്തിമയുടെ വിവാഹത്തിന് ആസിഫിനെ അവള് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ പാട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ട്രാഫിക്കിൽ വെച്ചാണ് ആസിഫ് മരിയെ കാണുന്നത്. അവളുടെ ബസ് മുന്നോട്ടെടുക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ട്രാഫിക് നിയമമൊക്കെ ലംഘിച്ചിട്ട് അവൻ ആ ബസിന്റെ പിറകെ പോകുന്നു. അവനെ ഫോളോ ചെയ്ത് ട്രാഫിക് പോലീസും വരുന്നുണ്ടായിരുന്നു. മരിയയുടെ ബസ് അവളുടെ ഹോസ്റ്റലിന്റെ അടുത്ത് നിർത്തി കഴിയുമ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ആ സമയമാണ് പോലീസ് വന്ന് അവനെ പിടിക്കുന്നത്. ട്രാഫിക് നിയമം ലംഘിച്ച് പോയതിന്റെ പേരിൽ അവന് 2000 രൂപ ഫൈൻ അടിക്കുന്നു. എന്നാൽ അവന്റെ കയ്യിൽ അത്രയും കാശുണ്ടായിരുന്നില്ല. ഇവനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുന്നത് മരിയയും കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോലീസുകാരോട് 1 മിനിറ്റ് താന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മരിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ എന്ന്. ഫാത്തിമയുടെ മാരേജിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൾ ഓർമ്മയുണ്ടെന്ന് പറയുന്നു. അടുത്ത നിമിഷം അവനാകട്ടെ അവളോട് കുറച്ച് കാശ് കടം ചോദിക്കുന്നു. പോലീസുകാർ പിടിച്ചു. അതുകൊണ്ടാ ഞാൻ തിരിച്ചു തരാമെന്ന് പറയുന്നു. മരിയ അവളുടെ കയ്യിലിരുന്ന കാശും തന്റെ ഫ്രണ്ടിന്റെ കയ്യിലിരുന്ന കാശും കൂടി അവന് കൊടുക്കുന്നുണ്ട്. ഈ കാശ് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് തരുമോ എന്ന് ആസിഫ് ചോദിച്ചതും മരിയ അവന് നമ്പർ കൊടുക്കുന്നു. അതുവരെയും അവന്റെ വിചാരം അവളൊരു മുസ്ലിം പെൺകുട്ടിയാണെന്നാണ്. നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് പേരെന്താണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ മരിയ ഫെർണാണ്ടസ് എന്ന് അവൾ പേര് പറയുന്നു. അപ്പോഴാണ് അവളൊരു ക്രിസ്ത്യനാണെന്ന് അവന് മനസ്സിലാകുന്നത്. അതൊന്നും അവൻ കാര്യമാക്കി എടുത്തില്ല. പിന്നീട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ പേയിൽ അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഓരോ തവണയും മെസ്സേജ് അയക്കുമ്പോൾ 100 150 തിരിച്ചയക്കും. എന്നാലും ഒരുമിച്ച് അവൻ കാശ് അയച്ചില്ല. പക്ഷെ അവളുടെ റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വീണ്ടും അവളുടെ കോളേജിൽ നടക്കുന്ന ഫംഗ്ഷന് അവളെ കാണാൻ വേണ്ടി അവൻ പോകുന്നു. ഞാൻ കുറെ മെസ്സേജ് അയച്ചിരുന്നു, എന്താ റിപ്ലൈ തരാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും വന്നില്ല എന്നാണ് അവൾ പറയുന്നത്. വാട്സപ്പിലല്ല ഗൂഗിൾ പേയിലാണെന്ന് അവൻ പറയുന്നു. അത് കേട്ട് അവൾ ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. അവളുടെ വീട് ഇവിടെ നിന്നും കുറച്ച് ദൂരെയായിരുന്നു. നഴ്സിംഗ് പഠിക്കുന്ന മരിയ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവളുടെ കൂടെ പതിയൊരു സൗഹൃദത്തിലാവുകയും നിരന്തരം അവൻ അവളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ പരസ്പരം കാണുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പോലും ആസിഫ് തന്റെ മനസ്സിലെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ പാർക്കിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഉപ്പിലിട്ട മാങ്ങ വാങ്ങി കഴിക്കുന്നുണ്ട്. മരിയ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ സ്കൂൾ പയ്യന്മാര് അവളെ മറ്റൊരു രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ നോട്ടം അവൾക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് മനസ്സിലാക്കിയ ആസിഫ് ആ പയ്യന്മാരെ ചോദ്യം ചെയ്യുന്നു. പിന്നീട് അവർ തമ്മിൽ അടിയും വഴക്കുമായി. ഈ കാര്യം നേരെ സ്റ്റേഷനിലെത്തുന്നുണ്ട്. പയ്യന്മാരുടെ മാതാപിതാക്കള് കേസൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞത് കാരണം ഇവരുടെ പേരും വിവരവും എഴുതി വെച്ചിട്ട് വിടാനായിരുന്നു അവിടുത്തെ CI മറ്റൊരു പോലീസുകാരനോട് പറഞ്ഞത്. ആ പോലീസുകാരൻ വന്ന് ഈ പയ്യന്മാരുടെ പേരെല്ലാം ചോദിക്കുന്നു. അവരുടെ അച്ഛന്റെ പേരും ചോദിക്കുന്നു. നീയൊക്കെ സ്കൂളിൽ പോകുന്നത് പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ന് ആ പയ്യന്മാരോട് ചോദിക്കുമ്പോൾ ആ പയ്യന്മാര് പറയുന്നത് ഇയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും ഇവർ രണ്ടുപേരും വേറെന്തോ കാണിച്ചപ്പോൾ ഞങ്ങളത് നോക്കി
ആസിക്കി എന്ന് പറഞ്ഞിട്ടാ ഇവൻ പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. എന്നാൽ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ലാന്നും ഇവന്മാരാണെന്നും പറഞ്ഞിട്ട് ആസിഫ് പോലീസുകാരന്റെ മുന്നിൽ വെച്ച് തന്നെ ആ പയ്യന്മാരോട് ചൂടാകുന്നു. അതാ പോലീസുകാരന് ഇഷ്ടപ്പെട്ടില്ല. ആസിഫിനോട് അയാൾ പേര് ചോദിക്കുമ്പോൾ തന്റെ പേര് ആസിഫാണെന്ന് പറഞ്ഞതും ആ പോലീസുകാരന്റെ രീതിയെല്ലാം തന്നെ മാറി. നിന്റെ കയ്യിൽ ബോംബ് വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തന്റെ പേര് അയാൾക്കൊരു പ്രശ്നമായി എന്ന് ആസിഫിന് ആ സമയം മനസ്സിലായി. അവന്റെ മതം വെച്ചിട്ട് അവനെ മറ്റൊരു രീതിയിൽ അയാൾ പരിഗണിച്ചപ്പോൾ അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. തൽക്കാലം പേരോ ഡ്രസ്സോ എഴുതി വെച്ചിട്ട് അവരെ എല്ലാവരെയും പോലീസുകാരൻ വിട്ടു. പക്ഷെ അപ്പോഴും ആസിഫിന്റെ മനസ്സിൽ അത് കിടക്കുകയായിരുന്നു. അയാൾ തന്റെ പേരിന്റെ പേരിൽ തന്നോട് മോശമായിട്ട് പെരുമാറിയ കാര്യം താൻ കാരണമാണല്ലോ ഇതെല്ലാം ഉണ്ടായതെന്ന് മരിയം പറയുന്നു. എന്നാൽ ആസിഫ് പറയുന്നുണ്ട്, അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ കിടക്കുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പ്രതികരിച്ചെങ്കിലേ പറ്റുമെന്ന്. അവൻ അതിനു വേണ്ടിയിട്ട് ഒരു സോങ് ഉണ്ടാക്കുന്നു. മതത്തിന്റെയും ജാതിന്റെയും പേരിൽ ആൾക്കാരെ വേർതിരിച്ച് കാണുന്നതിനും തീവ്രവാദവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നതിന്റെ പേരിലും ഒക്കെ ആ സോങ്ങിൽ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സോങ് വലിയ രീതിയിൽ വൈറലാകുന്നു. ആ പോലീസുകാരനും അത് കാണുന്നുണ്ട്. ആ സോങ്ങിന്റെ ഒരു ഭാഗത്ത് ഒരു ബുർക്ക ഡാൻസ് കൂടി ഉണ്ടായിരുന്നു. ആ ഡാൻസ് ചെയ്യാൻ വരുന്നത് മരിയായിരുന്നു. അവളുടെ ഫേസ് പുറത്ത് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവൾ ബുർക്ക ധരിച്ച് ഡാൻസ് കളിച്ചത്. അങ്ങനെ ആസിഫും മരിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നീണ്ടു പോകുന്നുണ്ടെങ്കിലും തന്റെ മനസ്സിലെ പ്രണയം ഇപ്പോഴും അവൻ തുറന്നു പറയാത്ത കാരണം അവന്റെ ഫ്രണ്ട്സും പോളും അവനോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും ആ പ്രണയം തുറന്നു പറയണമെന്ന്. അങ്ങനെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കിനി സ്റ്റഡി ലീവാണ്, ഞാൻ ഇനി എക്സാമിന് ഇങ്ങോട്ട് വരുമെന്ന്. തന്റെ വീട് വരെ വേണമെങ്കിൽ ഞാൻ വരാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, വീട്ടുകാർ വേറെ രീതിയിൽ കാണും. ഒന്നാമത് അവരുടെ ഒറ്റ മോളാ ഞാൻ, അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ നിന്റെ സന്തോഷമല്ലേ അവരുടെ സന്തോഷമെന്ന് ആസിഫ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്നാണ്. ഞാൻ പുതിയൊരു സോങ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് റാപ്പൊന്നുമല്ല, എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഫീലിംഗ് ആണെന്ന് അവൻ പറയുന്നു. അതൊന്ന് കേട്ടു നോക്കാൻ വേണ്ടിയിട്ട് അവൻ അവൾക്കത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ വീട് വരെയൊന്നും അവനോട് വരണ്ടെന്ന് പറഞ്ഞെങ്കിലും അവളുടെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവളെ ഫോളോ ചെയ്ത് ആ വണ്ടിയുടെ പിറകെ അവനുണ്ടായിരുന്നു. ആ 20 ദിവസത്തിന്റെ ഇടയ്ക്ക് വെച്ച് അവളുടെ വീടിനടുത്തുള്ള പള്ളിയിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ വെച്ച് അവളുടെ ഫാമിലി അവൻ കാണുന്നു. അവളുടെ അച്ഛൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അവളുടെ ഫാദറിനെ കണ്ട സമയത്ത് തന്നെ ആസിഫിന് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നു. കാരണം അയാളെ ഇതിനു മുൻപും അവൻ കണ്ടിട്ടുണ്ട്. വീട്ടിലെത്തി തന്റെ പഴയ പെട്ടിയിൽ നിന്നും അവനൊരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോയില് അവൻ ചെറുപ്പത്തില് സ്കൂളിലൊരു പ്രോഗ്രാമില് രാമനായിട്ട് വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് സീതയായിട്ട് വേഷമിട്ടത് മരിയയായിരുന്നു. എന്നാൽ മരിയയ്ക്ക് അത് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച് പഠിച്ചതാണെന്നുള്ള കാര്യം ഇപ്പോഴും ആസിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനും ശരിക്കും മരിയയുടെ ഫാദറിനെ കണ്ടപ്പോഴാണ് അത് ഓർമ്മ വരുന്നത് തന്നെ. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ മരിയയോട് അവന് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം സത്യമായോണ്ട് തന്നെയായിരിക്കാം വർഷങ്ങൾക്കിപ്പുറം അവളെ തന്നെ ദൈവം തന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ആസിഫ് കരുതുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന അവളോടൊപ്പമുള്ള ആ പഴയ ഫോട്ടോ വലുതാക്കി അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിരുന്നു അവൻ തീരുമാനിച്ചിരുന്നത്. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റഡി ലീവ് കഴിഞ്ഞ് അവൾ വരികയും എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അവന്റെ കൂടെ പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ തന്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറയുന്നതിന് മുമ്പ് അവൾ അങ്ങോട്ട് അവനോട് പറയുന്നുണ്ട് സ്റ്റഡി ലീവിന് പോയപ്പോൾ താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ വീട്ടുകാര് തന്റെ വിവാഹം ഉറപ്പിച്ചുവെന്ന്. അവളുടെ അച്ഛന്റെ കൂടെ സെമിനാരിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മകൻ തോമസ് കുട്ടിയുമായിട്ടായിരുന്നു അവളുടെ വിവാഹം ഉറപ്പിച്ചത്. എക്സാം ഒക്കെ കഴിഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ മനസ്സമ്മതവും വിവാഹവും ഒരുമിച്ച് നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. തന്നോട് അതിനെപ്പറ്റി ഒന്നും തന്നെ ആരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അവൾ പറയുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് തന്റെ മനസ്സിലെ ഇഷ്ടം ഇപ്പോൾ തുറന്നു പറയണ്ടെന്ന് അവൻ കരുതുന്നു. തിരിച്ചവളെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ വിടുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന്? ഞാനത് പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. മരിയയ്ക്ക് അറിയാമായിരുന്നു അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ മരിയയ്ക്കും അവനോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അവനും അറിയാം. എന്നാൽ വീട്ടുകാരെ എതിർത്ത് അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അവൾ ആ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞതുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവളെ നഷ്ടപ്പെട്ടു പോകുന്ന ദുഃഖത്തിലിരിക്കുകയായിരുന്നു അവൻ. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് അവനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണമാണെങ്കിൽ ഉറപ്പായിട്ടും അത് കൂടണമെന്ന്. മരിയയുടെ വീട്ടില് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ നിർബന്ധിച്ചിട്ടും അവളുടെ വിവാഹം കൂടാൻ പോകാൻ അവന് താല്പര്യമില്ലാതിരിക്കുമ്പോൾ ഇവരിങ്ങനെ നിർബന്ധിക്കുന്നതെല്ലാം അവന്റെ ഉമ്മ കാണുന്നുണ്ട്. അവന്റെ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നുവെന്നും ആ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും മനസ്സിലാക്കിയ അവരാകട്ടെ അവനോട് പറയുന്നുണ്ട്, നിന്നെപ്പോലൊരു പയ്യനെ മിസ് ചെയ്തതിൽ അവൾക്ക് കുറച്ച് വിഷമം തോന്നണം, അതുകൊണ്ട് നീ നന്നായിട്ട് റെഡിയായിട്ട് വേണം അവിടെ പോകാനെന്ന്. അങ്ങനെ അവന്റെ ഉമ്മ തന്നെയായിരുന്നു അവന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തത്. അവരെല്ലാവരും മരിയയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് മരിയയുടെ കസിനായ ഡേവിസിനെ ഇവർ പരിചയപ്പെടുന്നുണ്ട്. ഇവൻ വലിയ റാപ്പറൊക്കെയാണെന്ന് അവിടെ വന്നിരുന്ന കുറച്ച് വെയിറ്റേഴ്സ് ആയിട്ടുള്ള പയ്യന്മാര് ഡേവിസിനോട് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയാൽ മതി എന്നാണ് ഡേവിസ് പറയുന്നത്. നിങ്ങളുടെ വീഡിയോയിലുണ്ടായിരുന്ന ബുർക്ക ധരിച്ച പെൺകുട്ടി ആരായിരുന്നുവെന്നും അവൾ നന്നായിട്ട് ഡാൻസ് കളിച്ചല്ലോ എന്നും ആ പയ്യന്മാര് ആസിഫിനോട് ചോദിച്ചതും അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അത് മരിയാണെന്ന് അവളുടെ വീട്ടിലുള്ള ആർക്കും അറിയില്ല. ഫ്രണ്ട്സിനെ താഴെ നിർത്തിയിട്ട് അവനാകട്ടെ മരിയെ കാണാൻ വേണ്ടി പോകുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് അവൻ അവൾക്ക് കൊടുക്കുന്നു. അത് ആ ഫോട്ടോ ആയിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ ഒരേ സ്കൂളിലായിരുന്നുവെന്നും നിന്റെ അച്ഛനെ കണ്ട ശേഷമാണ് എനിക്കിത് മനസ്സിലായതെന്നും അവൻ പറയുന്നുണ്ട്. ആ ഫോട്ടോയില് ഒരു ലവ് ആരോ സിമ്പിൾ ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അവന്റെ മനസ്സിലെ ഇഷ്ടം അവൻ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് വൈകിപ്പോയല്ലേ എന്നും ചോദിക്കുന്നു. വൈകിപ്പോയെന്ന് ഒരുപാട് വിഷമത്തോടെ അവൾ പറയുന്നുണ്ട്. എന്നാ പിന്നെ സാരമില്ല, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു പോകാൻ നേരത്ത് വിഷമവും കുറ്റബോധവും എല്ലാം കാരണം അവന്റെ കയ്യിൽ പിടിച്ച് അവൾ നിർത്തുന്നു. പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം അവന്റെ ഫ്രണ്ട്സ് അവിടെ
പാട്ടുപാടാൻ തുടങ്ങിയിരുന്നു. പിരിയാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായതോടുകൂടി ആരും അറിയാതെ അവർ അവിടുന്ന് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തങ്ങളുടെ ഫ്രണ്ട്സിനോട് പോലും പറയാതെയാണ് അവർ അവിടെ നിന്നും മുങ്ങുന്നത്. അവർ നേരെ എത്തുന്നത് പോളിന്റെ അടുത്തേക്കായിരുന്നു. കല്യാണത്തലേന്ന് മരിയ ഒളിച്ചോടിയത് ആസിഫിന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കി ആസിഫിന്റെ കൂട്ടുകാരെ അവളുടെ ഫാമിലി കുറെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ എവിടെയാ പോയിരിക്കുന്നതെന്ന് കൂട്ടുകാർക്കും അറിയാത്ത കാരണമാണ് അവർ തൽക്കാലം രക്ഷപ്പെട്ടത്. മരിയയുടെ കസിൻ ഡേവിസ് പോലീസിലാണെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഇടികിട്ടിയ ശേഷമായിരുന്നു അവർ മനസ്സിലാക്കിയത്. മരിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരുപാട് നാണക്കേടായത് കാരണം ഡേവിസ് ആകട്ടെ അവളുടെ ഫാമിലിയെ കൊണ്ട് ഒരു ഹേബീസ് കോർപ്പസ് കൊടുക്കുന്നു. മരിയെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും അവളെ വിവാഹം ചെയ്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവന്റെ വാപ്പയോട് അവന് സമ്മതം ചോദിക്കണമായിരുന്നു. ആസിഫ് വാപ്പയോട് പോയി മരിയയുടെ കാര്യം പറയുമ്പോൾ അയാൾ പറയുന്നത് ഇത് നമ്മളുടെ വിശ്വാസത്തിന് എതിരാണെന്നാണ്. ഒരു കാരണവശാലും തനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ എന്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല. ഇനി നിനക്ക് ആ പെൺകുട്ടിയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മതം മാറ്റിയിട്ട് അവളെ വീട്ടിൽ കയറ്റിക്കൊള്ളാൻ പറയുന്നു. പക്ഷേ ആസിഫിന് അത് സമ്മതമായിരുന്നില്ല. ഞാൻ അവളെയാണ് സ്നേഹിച്ചത്, അല്ലാതെ അവളുടെ റിലിജിയൻ നോക്കിയല്ല സ്നേഹിച്ചതെന്നും അവളെ മതം മാറ്റി ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരില്ല എന്നും അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഉപ്പയും ഉമ്മയും മറന്നേക്കാനാണ് അയാൾ പറയുന്നത്. ഇവരെ തേടി മരിയയുടെ വീട്ടുകാർ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം അവിടെ നിൽക്കാതെ പോളും കൂട്ടരും അവരെയും കൊണ്ട് അവിടെ നിന്ന് വണ്ടിയെടുത്ത് കുറെ ദൂരം പോകുന്നു. വാപ്പ എന്ത് പറഞ്ഞു എന്ന് മരിയ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആസിഫ് പറയുന്നുണ്ട്. മതം മാറ്റാൻ ആസിഫിന്റെ ഉപ്പ പറഞ്ഞ ശേഷം നീ എന്താ തിരിച്ചു പറഞ്ഞെന്ന് മരിയ ചോദിക്കുന്നുണ്ട്. നിന്നെ മതം മാറ്റി എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. മരിയ അവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ആസിഫിന്റെ വീട്ടുകാരുടെ എതിർത്തസ്ഥിതിക്ക് പോൾ തന്റെ പരിചയത്തിലുള്ള ഒരു അച്ഛനെ പോയി കാണുന്നുണ്ട്. രണ്ടു കുട്ടികളെ പ്രണയിച്ച് ഒളിച്ചോടി വന്നിരിക്കുകയാണ്. അവരുടെ വിവാഹം നടത്തണം, എന്താ ചെയ്യേണ്ടെന്ന് ചോദിക്കുന്നു. രണ്ടും രണ്ട് മതക്കാരാണെന്നും പറയുന്നു. ആ അച്ഛൻ വിചാരിക്കുന്നത് പയ്യൻ തങ്ങളുടെ മതക്കാരനും പെൺകുട്ടി മറ്റൊരു മതസ്ഥയാണെന്നാണ്. എന്നാൽ പെൺകുട്ടിയാണ് തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളെന്നറിഞ്ഞപ്പോഴേക്കും ആ പള്ളിയിലച്ഛൻ പറയുന്നത് ഇവിടെ നിന്നൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ല എന്നും അവിടെ നിന്നൊരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ തനിക്ക് പ്രശ്നമില്ല എന്നും. അതുകൊണ്ട് മരിയെ ആസിഫിന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ തനിക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ കൈയൊഴിഞ്ഞു. ആരും അവരുടെ പ്രണയം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരുടെ രണ്ട് മതമായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ആസിഫ് തന്റെ അങ്കിളിന്റെ സപ്പോർട്ട് തേടാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കും പ്രശ്നം മരിയയുടെ മതമായിരുന്നു. അവളുടെ കയ്യിലെ കുരിശുമാല കണ്ട് ഇതിന് താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോയി. അവിടെ നിന്നും പോകുന്ന വഴിക്ക് മരിയ ആസിഫിനോട് ചോദിക്കുന്നുണ്ട് ഉപ്പ എന്ത് പറഞ്ഞു എന്ന്. ആസിഫ് അവളോട് ഉപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. മതം മാറുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ നീ എന്ത് പറഞ്ഞു എന്ന് ആസിഫിനോട് മരിയ ചോദിച്ചപ്പോൾ ആസിഫ് പറയുന്നുണ്ട് മതം നോക്കിയല്ല ഞാൻ നിന്നെ സ്നേഹിച്ചതെന്നും നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് നിന്നെ നിർബന്ധപൂർവ്വം ഞാൻ മതം മാറ്റില്ല എന്നും പറഞ്ഞു എന്ന്. അത് കേട്ടതോടുകൂടി മരിയയ്ക്ക് ഒരുപാട് ആശ്വാസം തോന്നുന്നു. അവൾക്ക് അവനെ പൂർണ്ണ വിശ്വാസമായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി അവരൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. രാത്രിയായിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങോട്ട് ഓടുമെന്ന് അറിയില്ല. അവന്റെ ഫ്രണ്ട്സിനും വീടും കുടുംബവും ഒക്കെ ഉള്ളതാണ്. അവർക്കും പോകണ്ടേ എന്ന് പോള് ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും പൊയ്ക്കോ, ഞാൻ മരിയയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാമെന്ന് ആസിഫ് പറയുന്നു. എന്നാൽ അവന്റെ കയ്യിൽ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ പോകാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ല എന്ന് പോളിന് അറിയാമായിരുന്നു. ഒട്ടും പോകാൻ പറ്റാതെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മരിയ ആസിഫിനോട് പറയുന്നത് നമുക്ക് ആസിഫിന്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന്. എന്നാൽ അവന്റെ വീട്ടില് ഇവൾ മതം മാറാതെ അവളെ കയറ്റത്തുമില്ല. ഞാൻ മതം മാറാൻ തയ്യാറാണെന്നും ആസിഫിന്റെ വീട്ടിലേക്ക് തന്നെ നമുക്ക് പോകാമെന്നുമാണ് അവൾ പറയുന്നത്. ആ സമയം ആസിഫിന്റെ വീട്ടില് അവൾ ക്രിസ്ത്യൻ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ അവന്റെ വാപ്പ ഒരുപാട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കോൾ അവർക്ക് വരുന്നത്. മരിയ മതം മാറാൻ സമ്മതിച്ചു എന്നറിഞ്ഞതോടുകൂടി അയാൾ ഒരുപാട് സന്തോഷത്തിലായി. പൊന്നാനിയിലുള്ള തന്റെ അനിയന്റെ വീട്ടിലേക്ക് നിങ്ങൾ എത്തിക്കൊള്ളാൻ പറയുന്നു. ഞങ്ങളും ഇപ്പൊ തന്നെ പുറപ്പെടാമെന്ന് പറയുന്നു. അങ്ങനെ ആസിഫിന്റെ ഉപ്പയും ഉമ്മയും അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഇവരും അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ചാണ് ആസിഫിന്റെ ഉമ്മ മരിയ ആദ്യമായിട്ട് കാണുന്നത്. അവൾക്കിടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയായിരുന്നു അവർ വന്നിരുന്നത്. താനിങ്ങനെ ഇറങ്ങി വന്നതിൽ അവൾ ആസിഫിന്റെ ഉമ്മയോട് സോറി പറയുന്നു. അതൊന്നും സാരമില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിന്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിച്ച പോലെ ആർക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും 2 ദിവസം കഴിയുമ്പോൾ അവരെ വിളിക്കണമെന്നും സംസാരിക്കണമെന്നും ആസിഫിന്റെ ഉമ്മ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ചടങ്ങുകൾ പള്ളിയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. രാവിലെ അവളെ റെഡിയാക്കിക്കൊണ്ട് ആസിഫിന്റെ ഉമ്മ വരുന്നു. എന്നാൽ അവളുടെ രൂപം കണ്ട ഉടനെ ആസിഫിന്റെ ഉപ്പ അവരോട് പറയുന്നുണ്ട് അവളെ കൊണ്ടുപോയി ഒരു പർദ്ദ ഇടിപ്പിച്ചിട്ട് വരാൻ. അത് കേട്ടതും മരിയ ഒന്ന് ഞെട്ടി, ആസിഫ് ഞെട്ടി. പക്ഷെ ആ നിമിഷം ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. മരിയ പർദ്ദ ഇട്ട് തന്നെയാണ് പള്ളിയിലേക്ക് വരുന്നത്. പള്ളിയിൽ എത്തിക്കഴിഞ്ഞതും ഉസ്താദ് അവളോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഏറ്റു പറയണമെന്ന്. അല്ലാഹു അല്ലാതെ അതിനേക്കാൾ വലുതായിട്ട് ഒരു ദൈവവുമില്ല എന്നും പ്രൊഫറ്റ് മുഹമ്മദ് അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകനായിരുന്നു എന്നും ഇത് 3 തവണ നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് അയാൾ പറഞ്ഞതും അത് ഏറ്റു പറയാൻ മടിച്ചിരിക്കുകയായിരുന്നു മരിയ. ആ സമയമാണ് അവളുടെ വിരലിൽ കിടക്കുന്ന മോതിരം അയാൾ ശ്രദ്ധിക്കുന്നത്. ആ മോതിരത്തിൽ ഒരു കുരിശുണ്ടായിരുന്നു. അത് അവളുടെ കയ്യിൽ നിന്നും ഊരി മാറ്റാൻ അയാൾ ആവശ്യപ്പെടുന്നു. ഒരുപാട് വിഷമത്തോടുകൂടി മരിയ ദൂരി ആസിഫിന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് വീണ്ടും അവളോട് അത് ഏറ്റു പറയാൻ പറയുന്നു. കുറെ നേരം ആലോചിച്ച അവൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്തു പറ്റിയെന്ന് ആസിഫ് അവളോട് ചോദിക്കുമ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട് ചെറുപ്പം മുതലേ ആരാധിച്ചു വന്നിരുന്ന ദൈവത്തെയും എന്റെ വിശ്വാസങ്ങളെയും രീതിയൊന്നും തന്നെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന്. അത് കേട്ടതും എല്ലാവരും ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളുടെ സമയം വെറുതെ കളഞ്ഞെന്ന് ചോദിക്കുന്നു. എന്നാൽ ആസിഫ് എല്ലാവരോടും പറയുന്നുണ്ട് അവൾക്ക് മതം മാറാൻ താല്പര്യമില്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന്. പക്ഷെ അപ്പോഴേക്കും പോലീസുകാര് അവിടെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് ജിഹാദ്
ജിഹാദ് ആരോപിച്ച് ആസിഫിനെ അവർ അറസ്റ്റ് ചെയ്യുന്നു. മരിയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ലവ് ജിഹാദ് കേസ് അവന്റെ തലയിൽ വന്നതോടുകൂടി അവന്റെ ഫാമിലി മുഴുവൻ ആകെ ടെൻഷനിലായി. ഈ സംഭവം അറിഞ്ഞ് പോള് പോലും ആസിഫിന്റെ ഉപ്പയെ വഴക്ക് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ജാതിയും മതവും ഒന്നും നോക്കാതെ അവർ ജീവിച്ചേനെ. നിങ്ങളുടെ മതഭ്രാന്ത് കാരണമാണ് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. മരിയെ അവർ വുമൺ ഷെൽട്ടർ സെന്ററിലേക്ക് കൊണ്ടുപോയി. ആസിഫിനെ പോലീസുകാര് മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. ലവ് ജിഹാദിലൂടെ ഒരുപാട് പെൺകുട്ടികളെ മതം മാറ്റി ISIS-ൽ ചേർക്കാൻ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ മരിയെയും അങ്ങനെ കൊണ്ടുപോകാനായിരുന്നു അവന്റെ പ്ലാൻ എന്നായിരുന്നു അവർ ചോദിക്കുന്നത്. എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും തനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും അവൻ പറയുന്നു. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോയാൽ നിനക്ക് എത്ര രൂപ കിട്ടുമെന്നായിരുന്നു അവർ വീണ്ടും വീണ്ടും അവനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. താൻ അവളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല എന്നും അവള് തന്നെയാണ് മതം മാറാമെന്ന് പറഞ്ഞതെന്നും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും മാത്രമാണ് അവൻ പറയുന്നത്. എന്നാൽ അവന്റെ മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവളെ ബുർക്ക ധരിപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചതിനെ പറ്റി അവർ ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് അവളുടെ അച്ഛന് പ്രീസ്റ്റ് ആയതുകൊണ്ട് അങ്ങനൊരു വീഡിയോയിൽ മുഖം കാണിച്ച് ഡാൻസ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് അന്ന് അവൾ ബുർക്ക ധരിച്ചത്, അല്ലാതെ ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല. ആസിഫിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കാൻ ഒരു വക്കീലും തയ്യാറായില്ല. പക്ഷേ പോള് ഒരു വക്കീലായിരുന്നു. ഇപ്പോൾ അയാൾ കേസൊന്നും എടുത്ത് നടത്തുന്നുണ്ടായിരുന്നില്ല. ആസിഫിനെ നന്നായിട്ട് അറിയാവുന്ന പോള് തന്നെ അവന്റെ കേസ് വാദിച്ചാൽ മതിയെന്ന് ആസിഫിന്റെ വീട്ടുകാർ പറഞ്ഞതോടുകൂടി പോൾ ആ കേസ് ഏറ്റെടുക്കുന്നു. പ്രോസിക്യൂഷൻ വക്കീല് ആസിഫിന്റെയും മരിയുടെയും പ്രണയം ഒരു ലവ് ജിഹാദ് ആണെന്നാണ് പറയുന്നത്. തീവ്രവാദ സംഘടനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവളെ മതം മാറ്റാൻ ശ്രമിച്ചതെന്ന് പറയുന്നു. എന്നാൽ പോള് പറയുന്നുണ്ട് ഇവിടെ ഒരു ലവ് ജിഹാദ് നടന്നിട്ടില്ല എന്ന്. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കേസ് ലവ് ജിഹാദിന്റെ പേരിൽ നടക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ അങ്ങനെ പറയുന്നത് തെറ്റാണെന്നും പോൾ പറയുന്നു. അപ്പോഴും പ്രോസിക്യൂഷൻ വക്കീല് വാദിക്കുന്നത് ചിലരുടെ പ്രണയത്തിന് ജാതിയും മതവും ഒക്കെ ഉണ്ടെന്നാണ്. അവർ ജാതിയും മതവും നോക്കി തന്നെയാണ് പ്രണയിക്കുന്നതും മതം മാറ്റിക്കൊണ്ടു പോകുന്നതും. എന്നാൽ പോൾ പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പോലും മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രണയിച്ചു കഴിഞ്ഞാൽ ലവ് ജിഹാദിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് പലരും ചെയ്യുന്നത്. കൂടാതെ പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ പലപ്പോഴും മതത്തിന്റെ കേസ് വരുമ്പോൾ വിവാഹം കഴിച്ച പെൺകുട്ടി മാത്രം ആണിന്റെ മതത്തിലേക്ക് മാറേണ്ടി വരുന്നു. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ മാറ്റേണ്ടത്. കാരണം കേരളത്തിൽ ഇങ്ങനെ വിവാഹം കഴിച്ചതിൽ 90% പെൺകുട്ടികളും ഭർത്താവിന്റെ വിശ്വാസത്തിലേക്ക് മാറിയവരാണ്. പരസ്പരം ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആൾക്കാരിൽ പോലും പെൺകുട്ടികൾ മാത്രം പുരുഷന്റെ മതത്തിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. അതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികളാണ് എപ്പോഴും മതം മാറുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല എന്നും അത് മാത്രം കേന്ദ്രീകരിച്ച് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെയും അതിനിരയാക്കണ്ടെന്നും പറയുന്നു. ലവ് ജിഹാദ് നടത്തി മതം മാറ്റി തീവ്രവാദ സംഘടനയിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടികളെ കണ്ടെത്തുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ശിക്ഷിക്കുകയും ചെയ്യണം. അല്ലാതെ അതിന്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരെ കൂടി അകറ്റാൻ ശ്രമിക്കരുതെന്നും പോൾ കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം മരിയോട് പോൾ ചോദിക്കുന്നുണ്ട് ആസിഫ് നിർബന്ധപൂർവ്വം മരിയെ കൂട്ടിക്കൊണ്ടുപോയതാണോ എന്ന്. തങ്ങൾ പരസ്പരം പ്രണയിച്ച് ഒരുമിച്ചിറങ്ങിപ്പോയതാണെന്ന് അവൾ പറയുന്നു. ആസിഫ് അവളെ മതം മാറാൻ നിർബന്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല എന്ന്. മതം മാറാനുള്ള തീരുമാനം തന്റേതായിരുന്നു എന്ന് അവൾ പറയുന്നു. ഇത് കേട്ടതോടുകൂടി ആസിഫിന്റെ വീട്ടുകാരും അവന് ഒരുപാട് സന്തോഷത്തിലായി. ആസിഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായ കോടതിയാകട്ടെ അവൻ നിരപരാധിയാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും മരിയയ്ക്ക് ആരുടെ കൂടെ പോകാനാണ് താല്പര്യമെന്ന് കോടതി ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് തനിക്ക് തന്റെ പപ്പയുടെയും മമ്മയുടെയും കൂടെ പോയാൽ മതിയെന്നാണ്. അത് കേട്ടതും ആസിഫ് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവൻ കരുതിയത് മരിയ തന്റെ കൂടെ വരുമെന്നാണ്. ഒന്നും മിണ്ടാതെ അവൾ ആ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ തകർന്നു പോയത് ആസിഫിന്റെ പ്രണയം കൂടിയായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഈ പോലീസുകാരുടെ അടിയും തൊഴിയും എല്ലാം കൊണ്ടിട്ടും അവൾ തന്റെ കൂടെ വരുമെന്നുള്ളൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. ആ വിശ്വാസമായിരുന്നു അവിടെ തകർന്നു പോയത്. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടും മരിയ പപ്പയോട് പറയുന്നുണ്ട് തനിക്ക് ആസിഫിനോട് സംസാരിക്കണമെന്ന്. എന്നാൽ അവനോട് വീണ്ടും സംസാരിക്കാൻ അവളുടെ വീട്ടുകാർ അനുവാദം കൊടുത്തില്ല. അവളുടെ പപ്പയാകട്ടെ അവിടുത്തെ ബിഷപ്പിനെ കണ്ട് സംസാരിക്കുന്നു. ബിഷപ്പ് അയാളെ വഴക്ക് പറയുന്നുണ്ട്. ഒന്നുമല്ലേലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ആൾക്കാരായിട്ട് എന്തിനാണ് വെറുതെ ലവ് ജിഹാദിന്റെ ഒരു കേസ് കൊടുത്ത് ആ പയ്യനെ അകത്താക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുന്നു. എന്നാൽ ആ സമയം മരിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇതേ ഉള്ളു വഴിയെന്ന് ഡേവിസ് പറഞ്ഞപ്പോൾ താൻ ചെയ്തു പോയതാണെന്ന് ബിഷപ്പിനോട് അയാൾ പറയുന്നു. തൽക്കാലം ആ നാട്ടിൽ നിന്ന് അവരൊന്ന് മാറി നിൽക്കുന്നു. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയി അവളുടെ വിവാഹം നടത്താനായിരുന്നു അവരുടെ തീരുമാനം. ആസിഫിന് അതേസമയം പല സിനിമകളിൽ നിന്നും ഓഫർ വരുന്നുണ്ടായിരുന്നു. തന്റെ ഫ്രണ്ടിന്റെ കൂടെ അവനൊരു സിനിമാക്കാരെ കാണാൻ പോവുകയായിരുന്നു. എങ്ങനെയെങ്കിലും ആ വർക്ക് കിട്ടണമെന്ന് അവന്റെ ഫ്രണ്ട്സ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവിടെ വെച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ആസിഫിന്റെ ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് അവൻ കേൾക്കുന്നു. അത് മരിയുടെ മെസ്സേജ് ആയിരുന്നു. പക്ഷെ അയച്ച മെസ്സേജ് എല്ലാം അവൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ നിമിഷം ആ സിനിമാക്കാരോട് പോലും സംസാരിക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും അവൾക്ക് വോയിസ് മെസ്സേജ് അയക്കുകയും അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. നീ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ കാണാൻ വരാമെന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി മരിയുടെ പിറകെ വീണ്ടും പോകുന്നതിനെ പറ്റി ചോദിച്ച് അവന്റെ ഫ്രണ്ട്സ് അവനോട് വഴക്കിടുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇത്രയും കാലം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതാണ്. അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞെങ്കിലേ പറ്റൂ. രണ്ടും കൽപ്പിച്ച് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ആ സമയം അവളുടെ ഫോണ് ആ ഡേവിസിന്റെ കയ്യിലായിരുന്നു. ആസിഫ് അയച്ച മെസ്സേജും അയാൾ കേട്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ അവൻ കല്യാണം മുടക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെ സഹായം ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ട്
മറ്റൊരു ശാഖയിൽ പോയിട്ട് കുറച്ച് ആൾക്കാരെ ഡേവിസും കൂട്ടരും കാണുന്നു. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും പറയുന്നു. ആ സമയം വീട്ടുകാരോട് പോലും പറയാതെ ആസിഫ് എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ആസിഫിന്റെ ഉപ്പയും ഉമ്മയും. എന്നാൽ ആസിഫിന്റെ അങ്കിളാകട്ടെ എങ്ങനെയെങ്കിലും മരിയെ വീണ്ടും ആസിഫിന്റെ കൂടെ ചേർത്ത് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പാർട്ടിയെയും അവർ പോയി കാണുന്നു. അങ്ങനെ ആസിഫിന്റെ അങ്കിളും കൂട്ടരും പോകുന്ന വഴിക്കാകട്ടെ ആ ശാഖയിലെ ആൾക്കാരെ കാണുന്നുണ്ട്. അവര് വണ്ടി കേടായിട്ട് ഒരിടത്ത് കിടക്കുകയായിരുന്നു. അവർക്കാകട്ടെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആസിഫിന്റെ അങ്കിളിന്റെയും കൂട്ടരുടെ കയ്യില് ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. എന്താണെങ്കിലും കുഴപ്പമില്ല, വിശപ്പ് മാറാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇവരും പോയിരുന്ന് ആ ബിരിയാണി കഴിച്ചു. അപ്പോഴും അവർക്കറിയില്ലായിരുന്നു ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത് ഒരേ സ്ഥലത്തേക്കാണെന്ന്. മരിയുടെ വിവാഹ ദിവസമായിരുന്നു അന്ന്. എല്ലാവരും നേരെ എത്തുന്നത് പള്ളിയിലേക്കാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ആസിഫും കൂട്ടരും വരുവാണെങ്കിൽ അവരെ തടുക്കാൻ ശാഖയിലെ ആൾക്കാരും അതുപോലെ ഈ കല്യാണം മുടക്കി ആസിഫിന് വേണ്ടിയിട്ട് മരിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ആസിഫിന്റെ വീട്ടുകാരും. എന്നാൽ ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആസിഫ് അവിടേക്ക് വന്നത് ബിഷപ്പിന്റെ കൂടെ അയാളുടെ കാറിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഞെട്ടലോടെ അവരെ തന്നെ നോക്കി. ബിഷപ്പ് മരിയുടെ പപ്പയോട് പറയുന്നുണ്ട്, ആസിഫിന് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. അവ ഇന്നലെ എന്നെ വന്ന് കണ്ടിരുന്നു. അവനോട് സംസാരിച്ച ശേഷം അവരുടെ ഇഷ്ടം മനസ്സിലായ ശേഷം എനിക്ക് അവന്റെ കൂടെ നിൽക്കാനാണ് തോന്നിയത്. ആസിഫ് മരിയുടെ പപ്പയോട് പറയുന്നുണ്ട്, കല്യാണത്തിന്റെ തലേ ദിവസം അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ വേറെ ഒരു ഉദ്ദേശവുമില്ല. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മരി അവിടേക്ക് വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയില്ല. നിന്റെ പേര് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അവൾ എന്താ പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. ആ സമയത്താണ് ആ ഷെൽട്ടർ സെന്ററിൽ വെച്ചിട്ട് നടന്ന കാര്യങ്ങൾ അവൾ പറയുന്നത്. കോടതിയിൽ വെച്ചിട്ട് തനിക്ക് പപ്പയുടെ മമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് അവൾ പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്ന കുറച്ച് ആൾക്കാര് അവളെ ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോടതിയിൽ പപ്പയുടെ മമ്മയുടെ കൂടെ തന്നെ പോകണമെന്ന് അവൾ പറഞ്ഞില്ലെങ്കിൽ ആസിഫിനെ ഏതെങ്കിലും ഒരു തീവ്രവാദ കേസിലോ അല്ലെങ്കിൽ ബോംബ് കേസിലോ പെടുത്തി അകത്താക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ടെന്നും അവന്റെ പേര് മാത്രം മതിയെന്നും അവർ പറഞ്ഞു. ആസിഫിനെ അവർ ജയിലിലാക്കുമെന്ന് പേടിച്ചിട്ടായിരുന്നു കോടതിയിൽ അവന്റെ കൂടെ പോകണമെന്ന് അവൾ പറയാതിരുന്നത്. ഇത് കേട്ട് ആസിഫ് എല്ലാവരോടും പറയുന്നുണ്ട്, തന്റെ പേരാണ് പ്രശ്നമെങ്കിൽ എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറാ. അവൾക്ക് വേണ്ടിയിട്ട് മതം മാറാൻ ഞാൻ തയ്യാറാ. ഞാൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർന്നോളാം. എന്നാലെങ്കിലും ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുമെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് പോള് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും മതഭ്രാന്താണെന്ന്. നിന്നെ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച് അവളെയും കൂട്ടി സ്വന്തം കുടുംബത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക നിന്റെ ഈ ബന്ധുക്കാര്. പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നാളെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികള് ഏതെങ്കിലും ക്രിസ്ത്യാനി ചെക്കനെ സ്നേഹിച്ച് അവന്റെ കൂടെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അന്ന് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. വേറെ ആരുടെയെങ്കിലും മക്കള് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ വരുന്നത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ മതക്കാർ മാത്രമല്ല ഞങ്ങളുടെ മതക്കാരും ഇതുപോലെ ചിന്തിക്കുന്നത്. സ്വന്തം കമ്മ്യൂണിറ്റിയിലേക്ക് ആരെങ്കിലും വരുന്നതിൽ അവർക്ക് വലിയ താല്പര്യ. എന്നാൽ നമ്മുടെ കമ്മ്യൂണിറ്റി വിട്ട് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, പരസ്പരം ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന രണ്ടുപേരവർ അവരുടെ മതത്തിലും അവരുടെ വിശ്വാസത്തിലും ജീവിച്ചോളട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറേണ്ട കാര്യമില്ല. ബിഷപ്പും കൂടി പറഞ്ഞതോടുകൂടി അവരുടെ പ്രണയം എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അവളെ വിവാഹം കഴിക്കാനിരിക്കുന്ന തോമസ് കുട്ടിയും വീട്ടുകാരും ഇപ്പോൾ തന്നെ എത്തും. ഒരു തവണ കൂടി ഈ വിവാഹം മുടങ്ങുകയാണെങ്കിൽ അവരോട് എന്ത് പറയുന്ന അറിയാതെ നിൽക്കുകയായിരുന്നു മരിയുടെ പപ്പ. തോമസ് കുട്ടിയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് ഞങ്ങൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. മരിയുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാൻ പറയുന്നു. മരിയെ ഫോൺ വാങ്ങി സംസാരിക്കാൻ തുടങ്ങിയതും തോമസ് കുട്ടി ഇങ്ങോട്ട് പറയുന്നുണ്ട്, നീ പള്ളിയിൽ റെഡിയായി നിൽക്കുകയല്ലേ എന്ന്. ആണെന്ന് മരിയ പറയുമ്പോൾ എന്നാ നീ അവിടെ തന്നെ നിന്നോ, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും ഒരു തവണ നിനക്ക് വേണ്ടി ഒരുങ്ങിക്കെട്ടി ഞാൻ അവിടെ വന്ന് നിന്നതല്ലേ, അന്ന് നീ എന്നെ ചതിച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ചതിച്ചിരിക്കുകയാണ്, ഇതിന്റെ റിവഞ്ച് ആണെന്നും തോമസ് കുട്ടി പറയുന്നു. അയാൾ പള്ളിയിലേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഈ വിവാഹത്തിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ വിവാഹത്തിന് സമ്മതിച്ചതായിരുന്നു. അയാൾ അയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ കാര്യം കേട്ടിട്ട് മരിയയ്ക്ക് സന്തോഷമാണ് തോന്നുന്നത്. അടുത്തു നിന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആസിഫ് ആകട്ടെ ആ ഫോൺ വാങ്ങി തോമസ് കുട്ടിയോട് താങ്ക്സ് പറയുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ വിവാഹത്തിന് സമ്മതിക്കുന്നു. രണ്ടുപേരും അവരുടെ മതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. അവർ ഏത് മതത്തിലാണോ വിശ്വസിച്ചിരുന്നത് ആ മതത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. സന്തോഷത്തോടു കൂടി അവളെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിട്ട് തന്നെ ആസിഫിന്റെ വീട്ടുകാര് അംഗീകരിക്കുകയും ചെയ്തു. അവളുടെ കയ്യിൽ നിന്നും ഊരി വാങ്ങിയ അതേ മോതിരം ആസിഫ് തന്നെ അവളുടെ കയ്യിൽ ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അവർ ഒന്നിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.